പ്രതിഷേധമുയർന്നു. അവർ BJP-യിലേക്ക് പല ഭാഗങ്ങളിലും പോയതായി കാണും. പല മണ്ഡലങ്ങളിലും നമുക്ക് ഇതിന്റെ സൂചന കിട്ടി. അതാണ് എക്സിറ്റ് പോളുമായി കോറിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആശങ്കയുണ്ടെന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് കോട്ടയം മണ്ഡലം CPM-നെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന ഒരു വലിയ ഒരു സമൂഹം എത്രത്തോളം എനിക്ക് പറയാനൊക്കത്തില്ല, അങ്ങോട്ട് പോയതായി കാണും. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചിരുന്ന ജനവിഭാഗത്തിന്റെ വോട്ട് BJP-യിലേക്ക് പോയതായി കാണുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരമായ രാഷ്ട്രീയം CPM കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഈ പറയുന്നത് പോലുള്ള ക്രമാതീതമായ വർധനവ് BJP-ക്ക് ഉണ്ടാകത്തില്ല. എന്നാലും കേരളത്തിന്റെ മതേതര രാഷ്ട്രീയം നഷ്ടപ്പെടരുത്. അതാണ് എന്നെ പോലുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ CPM പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത്തരത്തിൽ ഉള്ള സംസ്ഥാനത്ത് BJP-ക്ക് വോട്ട് മറിച്ച് കരുതാനാണ്. അല്ല, ഒരു സീറ്റ് എന്നുള്ളത് 2 or 3 ആക്കാൻ ചില അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. വളരെ സിമ്പിൾ അല്ലേ? അവിടെ വളരെ കണ്ടു. എന്തുകൊണ്ട് CPM പോലൊരു പാർട്ടി അതിന്മേൽ ഒരു വിശദീകരണവും നൽകുന്നില്ല? അതൊക്കെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചനയുണ്ടായി. പക്ഷെ അതിനൊരു അടിവരയിടുന്ന നിലയിലേക്ക് ആ കൂടിക്കാഴ്ച അടക്കം അത് തേച്ചു മായ്ച്ച് അത് BJP-യിൽ ചേരാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ച ആയിരുന്നില്ല. കൂടിക്കാഴ്ചയായിരുന്നെങ്കിൽ EP-യുടെ പേർക്ക് നടപടിയെടുത്തത്. EP വിശദീകരിച്ചു, CPM കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. അതെന്താണെന്നുള്ളത് ജനങ്ങളോട് പറയണം.